മോണ്ടിസോറി മെത്തേഡ്സ് ആൻഡ് ഫിലോസഫി എന്ന ചാപ്റ്റർ, അതിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ 6ാമത്തെ ഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത്. കഴിഞ്ഞ ചാപ്റ്ററുകളിലൊക്കെ നമ്മൾ സ്റ്റോറി ടെല്ലിങ്ങും അതുപോലെ റൈംസും ഒക്കെയുള്ള വിഷയങ്ങളൊക്കെ കൃത്യമായി നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത് റോൾ, പ്രിപ്പറേഷൻ ആൻഡ് ക്വാളിറ്റീസ് ഇൻ മോണ്ടിസോറി എഡ്യൂക്കേഷൻ. ടീച്ചറുടെ റോൾ എന്താണ്, എന്തൊക്കെ പ്രിപ്പറേഷനാണ് ഒരു ടീച്ചർ ചെയ്യേണ്ടത്, അതേപോലെ എന്തൊക്കെ ക്വാളിറ്റികളാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടീച്ചേഴ്സ് റോളാണ്. ദ ടീച്ചർ ഈസ് ആൻ ഒബ്സർവർ. ടീച്ചറിൻ്റെ റോള് പ്രത്യേകിച്ചിട്ട് ടീച്ചിങ്ങിൽ മൊത്തം ഒരു ടീച്ചറുടെ റോള് വളരെ വലുതാണ് എന്ന് നമുക്കൊക്കെ അറിയാം. ടീച്ചർ ഒരുപാട് റോളുകൾ വഹിക്കേണ്ടതുണ്ട്. ഒബ്സർവർ, ഒരു ഒബ്സർവറാണ്, ഫോളോവറാണ്, ഗൈഡാണ്, ഒരു വിസ്ഡം ആ കുട്ടിയിൽ കൊണ്ടുവരുന്ന വലിയൊരു വ്യക്തിത്വമാണ്. അതേപോലെ തന്നെ തോട്ട്ഫുൾനെസ് ആൻഡ് എക്സ്പീരിയൻസ് ടു ദ ചൈൽഡ്സ് അക്കാഡമിക്, സോഷ്യൽ ആൻഡ് ഇൻ്റലക്ച്വൽ എക്സ്പ്ലോറേഷൻ. ആ കുട്ടിയുടെ അക്കാഡമിക്കായ, സാമൂഹികമായ, ബുദ്ധിപരമായ മാറ്റങ്ങൾ, എക്സ്പ്ലോറേഷൻ നടക്കുന്നതിൽ വളരെ വലിയ ഒരു സ്വാധീനം ചെലുത്തുന്ന ഒരാളാണ് ഒരു ടീച്ചർ. ദ മോണ്ടിസോറി അപ്രോച്ച് ഡിമാൻഡ് സ്പെഷ്യൽ പ്രൊഫഷണൽസ് ഹു ആർ കോൺഫിഡൻറ്റ് ആൻഡ് സ്കിൽഡ് ഇനഫ് to allow children to be active participants in their learning. അതുകൊണ്ട് തന്നെ മോണ്ടിസോറിയിൽ ശരിക്കും പറയപ്പെടുന്നത് വളരെയധികം സ്പെഷ്യൽ പ്രൊഫഷണലായിട്ടുള്ള ആളുകൾ, നല്ല കോൺഫിഡൻസ് ഉള്ള, സ്കില്ലുള്ള കുട്ടികളെ വളരെയധികം ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്ന ആളുകളെയാണ് മോണ്ടിസോറി പ്രൊഫഷണൽസായിട്ട് വേണ്ടത് എന്നതാണ്. അവരെയാണ് പല സ്കൂളുകളിലും എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും മോണ്ടിസോറി ടീച്ചേഴ്സ് ആകുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാവേണ്ട സ്കിൽ എന്താണ്? ഒന്ന്, നല്ല കോൺഫിഡൻസ് വേണം, അതേപോലെ തന്നെ നല്ല സ്കിൽ ഉണ്ടാവണം, അതേപോലെ ഒരു ആക്റ്റീവ്നെസ് ഉണ്ടാവണം. നല്ല ആക്റ്റീവായിട്ട് എത്ര പ്രായമായാലും നമ്മുടെ മനസ്സിന് പ്രായമാകുന്നില്ല എന്ന് ചിന്തിച്ചിട്ട് വളരെ ആക്റ്റീവ്നെസ്സോടു കൂടിയായിരിക്കണം നാം എന്ത് ചെയ്യേണ്ടത്, കുട്ടികളുമായിട്ട് ഇടപെടേണ്ടത് എന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇറ്റ് ഓൾസോ മീൻസ് ദാറ്റ് ഓൾ സ്കൂൾ ഡിസിഷൻസ് ആർ ഡ്രൈവൺ ബൈ വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ ദ ചൈൽഡ്. അപ്പോൾ എല്ലാ സ്കൂൾ തീരുമാനങ്ങളും തന്നെ ആ കുട്ടിയുടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ടായിരിക്കണം, കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം എന്നും കൂടി ടീച്ചർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. The authentic and beautiful Montessori materials provide activities that are cherished by the children and that help them learn with joy and understanding. അപ്പോൾ കുട്ടികൾക്ക് നല്ലൊരു ജോയും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദ ടീച്ചർ എസ്റ്റാബ്ലിഷസ് ഗൈഡ് ലൈൻസ് ഫോർ വർക്ക് ആൻഡ് ബിഹേവിയർ. കുട്ടിക്ക് ആ ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, തീർച്ചയായും കുട്ടിക്ക് വർക്ക് ചെയ്യാനും പെരുമാറാനും അതേപോലെ തന്നെ ആ കുട്ടിക്ക് സക്സസ്ഫുള്ളായി മാറാനുമുള്ള എല്ലാവിധ ഗൈഡ് ലൈൻസും കൊടുക്കേണ്ടത് ആരാണ്? ഒരു ടീച്ചറാണ്. ആസ് എ റിസൾട്ട്, എ പാറ്റേൺ ഓഫ് ഗുഡ് വർക്ക്, habits and a sense of responsibility and cooperation are established in the classroom. അപ്പോൾ കുട്ടികളിൽ നല്ല ഹാബിറ്റുകൾ, ഒരു ഉത്തരവാദിത്വ ബോധം, ഒരു സഹകരണ മനോഭാവം, ഇതെല്ലാം തന്നെ ഒരു ക്ലാസ് റൂമിൽ ഉണ്ടാക്കാൻ വേണ്ടി ആർക്ക് സാധിക്കണം? ഒരു ടീച്ചറിന് സാധിക്കണം. അതുകൊണ്ട് ഈ ടീച്ചർ ഈ റോളൊക്കെ കൃത്യമായി വഹിക്കണം എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രിപ്പറേഷനാണ്. എന്തൊക്കെ പ്രിപ്പറേഷനാണ് ഒരു ടീച്ചർ നടത്തേണ്ടത്? അപ്പോൾ നമുക്ക് ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ടീച്ചർ എന്ന് പറയുന്നത് തന്നെ നല്ല പ്രിപ്പയർഡായിട്ട് ഒരു ടീച്ചർ നിന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കുട്ടികളെ മാനേജ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ലെസൺ പ്ലാനിങ്ങും എല്ലാം തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കുന്നത്. നാളെ എന്താണ് കുട്ടിയെ പഠിപ്പിക്കേണ്ടത് എന്നതെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ബോധം, നാളെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഞാൻ എങ്ങനെയാണ് നാളെ ക്ലാസ്സിൽ പോവേണ്ടത്, ഇതൊക്കെ നമ്മൾ കൃത്യമായി ആര് പ്രിപ്പയർ ചെയ്തിരിക്കണം? ഒരു ടീച്ചർ പ്രിപ്പയർ ചെയ്തിരിക്കണം. എ ഗുഡ് മോണ്ടിസോറി ടീച്ചർ മസ്റ്റ് ഹാവ് ഇമാജിനേഷൻ ആൻഡ് ഫെയ്ത്ത് ഇൻ ചിൽഡ്രൻ. നല്ല ഒരു ടീച്ചറിന് കുട്ടികളിൽ വിശ്വാസം ഉണ്ടാകണം. അതാണ് നന്നാകും കുട്ടി പഠിക്കും വളരും എന്ന വിശ്വാസമില്ലാത്ത ഒരാൾക്കും ടീച്ചിങ്ങിന് യോഗ്യതയില്ല. നല്ലൊരു ഫെയ്ത്ത്, നല്ലൊരു ഇമാജിനേഷൻ, ഒരു എക്സ്പെക്റ്റേഷൻ,
അത് നഷ്ടപ്പെടുമ്പോൾ ഒരു അധ്യാപകനും ഒരു രക്ഷിതാവും അതോടുകൂടി അവസാനിക്കുന്നു എന്നുള്ളതാണ്. The child will show real attention, interest and energy when she or he finds an interesting piece of work. കുട്ടിക്ക് ഇൻട്രസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് മെറ്റീരിയൽ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. സോ ദ മോണ്ടിസോറി ടീച്ചർ ഷുഡ് പ്രിപ്പയർ ഹെർസെൽഫ് ആൻഡ് ദ എൻവയോൺമെൻറ്റ്. അപ്പോൾ ആ ടീച്ചർ എന്താവണം, അവന് സ്വന്തമായും അതേപോലെ തന്നെ ആ ക്ലാസ് റൂമിന് വേണ്ടിയും മൊത്തത്തിലൊന്ന് പ്രിപ്പയർ ആവണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, the first step of the preparation is keeping the environment and all the apparatus well arranged. അത് അപ്പറാറ്റസ് എല്ലാം തന്നെ കൃത്യമായി അറേഞ്ച് ചെയ്ത് ക്ലീൻ ആക്കി വെച്ച് പെർഫെക്റ്റായി ഷൈനിങ് ആക്കി വെക്കാൻ വേണ്ടി ആര് ശ്രമിക്കണം? ആ ടീച്ചർ ശ്രമിക്കണം. അപ്പോൾ നല്ല ക്ലീനായി എല്ലാം ഇടക്കിടക്ക് മോണ്ടിസോറി മെറ്റീരിയലൊക്കെ ഒന്ന് പൊടിയൊക്കെ കൊട്ടിക്കടഞ്ഞ് ഒന്ന് ഷൈനിങ്ങിൽ വെക്കാൻ വേണ്ടി നല്ലൊരു പ്രിപ്പറേഷൻ ഭാഗത്തുണ്ടാവണം. നത്തിങ് ഷുഡ് ബി മിസ്സിങ്, ഒന്നും മിസ്സാവരുത്. സോ ദാറ്റ് ദ ചൈൽഡ് ഇറ്റ് ഓൾവേസ് സീംസ് ന്യൂ, പുതിയതായിട്ട് എപ്പോഴും പുതിയതായിട്ട് തോന്നണം. കംപ്ലീറ്റ് ആൻഡ് റെഡി ഫോർ യൂസ്. അതേപോലെ തന്നെ ആസ് ദ എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡ്സ് ടീച്ചേഴ്സ് അപ്പിയറൻസ് ഓൾസോ. ടീച്ചറുടെ അപ്പിയറൻസും വളരെ പ്രധാനപ്പെട്ടതാണ്. ഷീ മസ്റ്റ് ബി അട്രാക്റ്റീവ്, നല്ല അട്രാക്റ്റീവ് എന്നതോട് ഉദ്ദേശിക്കുന്നത് ഫെറാലോല് തേച്ച് വരണമെന്നല്ല, എന്നാൽ നീറ്റായിരിക്കണം, കുളിച്ച് വൃത്തിയായി നല്ല മാന്യമായ ഡ്രസ്സ് ധരിച്ച് നല്ല പ്ലീസിങ് മൈൻഡോടുകൂടി പ്ലസൻറ്റ് മൈൻഡോടുകൂടി ശുദ്ധിയായി കാമായി വളരെയധികം ഡിഗ്നിഫൈഡ് ആയിട്ട് നല്ലൊരു അന്തസ്സ് തോന്നുന്ന ഒരു സ്റ്റാറ്റസ് തോന്നുന്ന ജോലിയാണ്. വളരെയധികം സ്റ്റാറ്റസ് ഉള്ള ജോലിയാണ് ടീച്ചർ. അപ്പോൾ ആ ഒരു സ്റ്റാറ്റസിന് അനുസൃതമായിട്ടുള്ള ഒരു വസ്ത്രവും വേഷവിധാനങ്ങളെല്ലാം തന്നെ ആർക്കുണ്ടാവണം? ടീച്ചറിനുണ്ടായിരിക്കണം. ടീച്ചേഴ്സ് അപ്പിയറൻസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഗെയിനിങ് ദ ചൈൽഡ്സ് കോൺഫിഡൻസ് ആൻഡ് റെസ്പെക്ട്. നമ്മൾ നല്ല ഡിഗ്നിറ്റിയോടുകൂടി നടന്നാൽ മാത്രമേ നമ്മളെ ആളുകൾ റെസ്പെക്റ്റ് ചെയ്യുള്ളൂ. സോ ടീച്ചർ ഷുഡ് മേക്ക് ഹെർ മൂവ്മെൻറ്റ്സ് ആസ് ജെൻറ്റിൽ ആൻഡ് ഗ്രേസ്ഫുൾ ആസ് പോസിബിൾ. അപ്പോൾ നല്ല ജെൻറ്റിലായി നല്ല എനർജിയോടുകൂടെ നല്ല സന്തോഷത്തോടുകൂടെ നല്ല ആക്റ്റീവായി നടക്കാൻ ആര് ശ്രമിക്കണം? ടീച്ചർ ശ്രമിക്കണം. ദ ടീച്ചേഴ്സ് ബ്യൂട്ടിഫുൾ അപ്പിയറൻസ്, ജെൻറ്റിൽ മൂവ്മെൻറ്റ്സ് ആൻഡ് ലവിങ് ബിഹേവിയർ ഷുഡ് മേക്ക് the child say how lovely my teacher is. She is just like my amma. എൻ്റെ അമ്മയെ പോലെ, എൻ്റെ മമ്മയെ പോലെയാണ് എൻ്റെ ടീച്ചർ എന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രവർത്തനം ടീച്ചറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം. ദ സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് എ മോണ്ടിസറി ടീച്ചർ ഈസ് ടു അട്രാക്ട് ആൻഡ് അമ്യൂസ് ദ ചൈൽഡ് ബിക്കോസ് ദ ചൈൽഡ് ആൻഡ് ടീച്ചർ ആർ അൺഫെമിലിയർ അറ്റ് ദ ബിഗിനിങ്. ഷീ ക്യാൻ ടെൽ സ്റ്റോറീസ് ആൻഡ് ഹാവ് സോങ്സ് ആൻഡ് ഗെയിംസ്, യൂസ് നഴ്സറി റൈംസ് ഓർ പോയം ഓർ പപ്പറ്റ് ഷോസ്. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ടീച്ചർ പുതിയ ഒരാളാണ്, സ്ട്രെയിഞ്ചറാണ്. ആദ്യമായി സ്കൂളിലേക്ക് വരുമ്പോൾ ടീച്ചറെ കാണുമ്പോൾ കുട്ടിക്ക് ടീച്ചർ അറിയില്ല, ടീച്ചർ സ്ട്രെയിഞ്ചറാണ്. അപ്പോൾ അവരുടെ അട്രാക്ഷൻ നേടാൻ വേണ്ടി ടീച്ചർ ശ്രമിക്കണം. അതിനുവേണ്ടി കഥകൾ പറയാം, പാട്ടുകൾ പാടാം, ഗെയിമുകൾ കളിപ്പിക്കാം, നഴ്സറി റൈംസ് അല്ലെങ്കിൽ പപ്പറ്റ് ഷോകൾ. ഫൗണ്ട് എ പീനട്ട്, ഫൗണ്ട് എ പീനട്ട്, found a peanut just now. I am eating, I am eating, I am eating just now. Stomach aching, stomach aching, stomach aching just now. Call a doctor, call a doctor, call a doctor just now. Operation, operation, operation just now. Found a peanut, found a peanut, found a peanut just now. Thank you doctor, thank you doctor, bye bye doctor, bye bye doctor just now. Thank you doctor, thank you doctor, thank you doctor just now. ഇതുപോലെ നമുക്കൊരുപാട് പോയംസ് റൈംസ് ഇഷ്ടം പോലെ നമുക്ക് നമ്മുടെ യൂട്യൂബിലോ അതുപോലുള്ള മാധ്യമങ്ങളിലൊക്കെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ റൈമുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള റൈമുകൾ പോയമുകളൊക്കെ ഉപയോഗിച്ച് അവരുടെ ശ്രദ്ധ നമ്മളിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. എ ടീച്ചർ ഹു ഹാസ് ഗിഫ്റ്റ് ഫോർ ചാമിങ് ദ ചിൽഡ്രൻ ക്യാൻ ഹാവ് ദം ഡു വേരിയസ് എക്സസൈസസ്. The teacher will have to encourage them and praise them in a bright, sincere and pleasing manner. അവരെ നന്നായി അപ്രീസിയേറ്റ് ചെയ്യുക, എൻകറേജ് ചെയ്യുക, ആത്മാർത്ഥമായി തുറന്ന മനസ്സോടെ, അല്ലെങ്കിൽ ആർക്കോ വേണ്ടിയിട്ട് ഈ ശവങ്ങളൊക്കെ എവിടെ പോകുന്നു എന്നൊക്കെ ചിന്തിച്ച്
ആർക്കോ വേണ്ടി എന്ത് ചെയ്യരുത്, അവരെ ആരെയും അപ്രീസിയേറ്റ് ചെയ്യരുത് എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ദ തേർഡ് സ്റ്റേജ് കംസ് വെൻ ദ ചൈൽഡ് ബിഗിൻസ് ടു ടേക്ക് ആൻ ഇൻട്രസ്റ്റ് ഇൻ സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് എടുക്കുന്ന സമയത്ത് യൂഷ്വലി ദ എക്സ്പീരിയൻസ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫെല്ലാം ചെയ്യുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും കുട്ടികൾക്ക്. ഇറ്റ് ഈസ് യൂസ്ലെസ് ആൻഡ് ഹാംഫുൾ ടു ഗിവ് ദ ചിൽഡ്രൻ സെൻസോറിയൽ ആൻഡ് അതർ അപ്പരാറ്റസ് ബിഫോർ ദേ ആർ റെഡി ടു ബെനിഫിറ്റ് ഫ്രം ദം. ഒരിക്കലും തന്നെ അതിൽ നിന്ന് ഒരു കാര്യം ചെയ്തിട്ട് അതിൽ നിന്ന് ബെനിഫിറ്റ് ആവാതെ മറ്റൊരു ആക്ടിവിറ്റി കൊടുക്കരുത്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. This kind of materials is to be presented only after the children acquire the power to concentrate on something. ഒരു കുട്ടിക്ക് ഒരു സാധനത്തിൽ കൃത്യമായി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവൂ, ആ കുട്ടിക്ക് ഒരു പ്രസൻറ്റേഷൻ നടത്താവൂ. ദിസ് കോൺസെൻട്രേഷൻ വിൽ ഗെറ്റ് ഓൺലി ത്രൂ ആക്ടിവിറ്റീസ് ഓഫ് EPL. അപ്പോൾ അങ്ങനെ ആദ്യം കുട്ടികൾക്ക് EPL ആക്ടിവിറ്റി തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. When a child begins to show interest in one of the sensorial material, the teacher must not interrupt in any way. ഏതെങ്കിലും ഒരു സെൻസോറിയൽ മെറ്റീരിയൽ കുട്ടി പറയുകയാണ് എനിക്ക് ഇതിൽ പ്രവർത്തിക്കണം, എനിക്ക് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൽ ഇടപെടരുത്. ബിക്കോസ് ദിസ് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് സോ ഫ്രാഗൈൽ ആൻഡ് ഡെലിക്കേറ്റ് ദാറ്റ് എ ടച്ച് ഓർ എ ലുക്ക് ക്യാൻ മേക്ക് ഇറ്റ് വാണിഷ് ഫോർ എവർ. ആ കുട്ടിയോട് അത് ചെയ്യണ്ട, നീ അത് നോക്കണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ജീവിതകാലത്ത് ആ കുട്ടിക്ക് ഒരിക്കലും തന്നെ ആ ഒരു കോൺഫിഡൻസ് അവരുടെ കോൺഫിഡൻസ് ചിലപ്പോൾ എന്തായി പോകും, നഷ്ടപ്പെട്ടു പോകും. സോ ദ ടീച്ചർ മസ്റ്റ് ബി വെരി കെയർഫുൾ. മോസ്റ്റ് ഓഫ് ദ ടീച്ചേഴ്സ് ഡു റോങ് ബൈ ഇൻട്രപ്റ്റിംഗ് ഓർ ഷോയിങ് ഹൗ ടു വർക്ക്. ഒരിക്കലും ഹൗ ടു വർക്ക് എന്ന് കാണിച്ചു കൊടുക്കാനേ പാടില്ല. നമ്മൾ കാണിക്കുമ്പോൾ അത് കാണുന്നു, കുട്ടി തന്നെ ഇടപെട്ട് ചെയ്യുന്നു. അല്ലാതെ ഹൗ ടു വർക്ക് എന്ന ഒരു കോൺസെപ്റ്റ് മോണ്ടിസോറിയിൽ ഇല്ല. ഈവൻ പ്രൈസ് help or a look may enough to interrupt or destroy the activity and interest of the child. ഇപ്പം നമ്മളൊരു കുട്ടി ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ തെറ്റിപ്പോയാലോ, അവരെ നോക്കിയിട്ട് ഇങ്ങനെയാണോ കണ്ണിങ്ങനെ ഉരുട്ടി കാണിച്ചാൽ തന്നെ കുട്ടിയുടെ കോൺഫിഡൻസ് അതോടുകൂടെ പോകും. The duty of the teachers to present new things when she knows that the child has exhausted all the possibilities of those materials she was using before. ഒരു പുതിയ കാര്യം, ഒരു മെറ്റീരിയൽ കുട്ടിക്ക് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് പഴയ മെറ്റീരിയൽ എല്ലാം തന്നെ പരമാവധി ഉപയോഗിച്ച് അതിൽ നിന്ന് പരമാവധി എക്സോസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ഖനനം ചെയ്ത് പരമാവധി ചൂഴ്ന്നെടുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പുതിയ മെറ്റീരിയൽ കാണിക്കാൻ പാടുള്ളൂ. അപ്പോൾ പഴയ മെറ്റീരിയലിൽ നിന്ന് തന്നെ പരമാവധി കാര്യങ്ങൾ കുട്ടി മനസ്സിലാക്കേണ്ടതുണ്ട്. The teacher's skill motto interface will come only by regular practice and patience. കൃത്യമായ റെഗുലർ പ്രാക്ടീസുകളും റെഗുലറായി പ്രാക്ടീസും പേഷ്യൻസും ഒക്കെ ആർക്ക് ആവശ്യമുണ്ട്, ടീച്ചറിന് ആവശ്യമുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒബ്സർവേഷൻ, സ്റ്റഡി വിസിറ്റ്സ്, ലോങ് വാക്സ് ആൻഡ് നേച്ചർ ഒബ്സർവേഷൻ. നമ്മൾ ഒബ്സർവേഷൻ നടത്തേണ്ടതുണ്ട്, സ്റ്റഡി വിസിറ്റുകൾ നടത്തേണ്ടതുണ്ട്, ലോങ് വാക്കുകൾ നടത്തേണ്ടതുണ്ട്, നേച്ചർ ഒബ്സർവേഷൻ നടത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ചാപ്റ്ററുകളെയൊക്കെ നമ്മൾ പഠിച്ചതാണ്. നേച്ചറിലൂടെ കുട്ടിയെ ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമുക്ക് ഇനി ചർച്ച ചെയ്യാനുള്ളത്. ബിഫോർ 2.5 years the child has very little communication with others and engaged in his own personality. 2.5 വയസ്സിന് മുമ്പ് ആ കുട്ടിക്ക് വളരെ കുറഞ്ഞ കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയെ ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 2.5 years to 3 years educative action should be started by providing a prepared environment and arranging interaction with other people to increase his social contact. അപ്പോൾ ഒരു 2.5 വയസ്സ് അല്ലെങ്കിൽ ഒരു 3 വയസ്സാകുമ്പോൾ തന്നെ കുട്ടികളെ നാച്ചുറലിനോട് കൂടുതൽ അടുപ്പിക്കുകയും സോഷ്യൽ ഇൻട്രാക്ഷൻ ഉണ്ടാക്കുകയും സാമൂഹ്യ ജീവിയായി ജീവിക്കാനുള്ള പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. ലോങ് വാക്കുകൾ നടത്തണമെന്നാണ് പറയുന്നത്. ലോങ് വാക്കുകൾ എന്ന് പറഞ്ഞാൽ കുട്ടികളെയും കൂട്ടി ഒരു വാക്ക് നടത്തുക, പ്രകൃതിയിലേക്കൊന്ന് ഇറങ്ങുക. ഡിസ്കസ് ദ പ്ലാൻ വിത്ത് ദ ചൈൽഡ്. ആദ്യം ഒരു പ്ലാൻ ഉണ്ടാക്കുക. വെർ ടു ഗോ, എവിടെ പോകണം, ഹൗ ടു ഗോ, എവിടെ പോകണം, ആൻഡ് വാട്ട് ടു ഡു ദർ, എന്താണ് അവിടെ ചെയ്യുന്നത്. സോ ഹി വിൽ വിഷ്വലൈസ് ഹിസ് ഫ്യൂച്ചർ ആക്ഷൻ. ലെറ്റ് ഹിം അറേഞ്ച് ഹിസ് പിക്നിക് ബാസ്ക്കറ്റ് ആൻഡ് പ്ലാൻ ഹിസ് ജേണി. ഒരു പിക്നിക് ബാസ്ക്കറ്റ് എടുക്കാൻ വേണ്ടി പറയാം, എന്നിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറയാം ജേണി. ദിസ് പ്ലാൻ ഷുഡ് നോട്ട് ബി ചേഞ്ച്ഡ് വിത്തൗട്ട് ഹിസ് കൺസെൻറ്റ്. ഇത് പെർമിഷൻ ഇല്ലാതെ മാറരുത്. ദർ ഈസ് ക്രിയേറ്റീവ് വാല്യൂ ഇൻ ഹിസ് പ്ലാൻ ആൻഡ് ക്യാരിയിങ് ഔട്ട് സച്ച് പ്ലാൻസ്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്ലാനുകൾ, ലോങ് വാക്കുകളൊക്കെ സംഘടിപ്പിക്കുക. ദീസ് ഒബ്സർവേഷൻസ് ആൻഡ് എക്സ്പ്ലോറേഷൻസ് ഓഫ് നേച്ചർ are necessary for the formation of correct ideas and acquisition of knowledge. കൃത്യമായ
അക്വിസിഷൻ, നോളജ് നമുക്ക് നേടിയെടുക്കാൻ ഇത്തരം ഒബ്സർവേഷനും എല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ദർ മസ്റ്റ് ബി ചാൻസസ് ടു കോണ്ടാക്ട് ദ നാച്ചർ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അപ്രീസിയേറ്റ് ഇസ് ഓർഡർ, ഹാർമണി ആൻഡ് ബ്യൂട്ടി. അതുകൊണ്ട് നേച്ചറുമായിട്ടൊരു കോണ്ടാക്ട് ചെയ്യാനുള്ള ചാൻസുകൾ കൊടുക്കണം. എന്നാൽ മാത്രമേ ഹാർമണി അതേപോലെ ആ ഓർഡർ ക്രമമൊക്കെ ഒന്ന് കൃത്യമായി വരുള്ളൂ. ഓൾസോ ഗിവ് ചാൻസ് ടു മാസ്റ്റർ നാച്ചുറൽ ലോസ് വിച്ച് ആർ ദ ബേസിസ് ഓഫ് ഓൾ സയൻസസ് ആൻഡ് ആർട്സ് വിച്ച് ക്രിയേറ്റ് ദ സിവിലൈസേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളുടെ നേച്ചറുമായിട്ടുള്ള ഇടപെടലുകൾ കൂടുതൽ എന്ത് ചെയ്യാം, പ്രോത്സാഹിപ്പിക്കാം. ഓക്കെ, നേച്ചർ ഇൻ എഡ്യൂക്കേഷൻ. നേരത്തെ നമ്മൾ പഠിച്ച ഒരു ടോപ്പിക് തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. നേച്ചറും എഡ്യൂക്കേഷനും തമ്മിലുള്ള ബന്ധം. മാൻ ഹാസ് ക്രിയേറ്റഡ് എൻജോയ്മെൻറ്റ്സ്, ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. ഇൻ സോഷ്യൽ ലൈഫ് ആൻഡ് ബ്രോട്ട് അബൌട്ട് എ സ്ട്രോങ് ഹ്യൂമൻ ലവ് ഇൻ കമ്മ്യൂണിറ്റി ലൈഫ്. ഹൗഎവർ മാൻ സ്റ്റിൽ ബിലോങ്സ് ടു നേച്ചർ. മനുഷ്യൻ ഒരുപാട് കാര്യങ്ങളൊക്കെ കൃത്രിമമായി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അവൻ പ്രകൃതിയിൽ ഒതുങ്ങുന്ന ഒരു ജീവിയാണ്. ഇറ്റ് ഈസ് ദ എഡ്യൂക്കേഷൻ ദാറ്റ് പ്രിപ്പയേഴ്സ് ദ ചൈൽഡ് ഓഫ് നേച്ചർ ടു എ ചൈൽഡ് ഓഫ് സോഷ്യൽ ബീങ്. ആ കുട്ടിയെ ഒരു നാച്ചുറൽ ചൈൽഡിൽ നിന്ന് ഒരു സോഷ്യൽ ബീയിങ്ങിലേക്ക് ആക്കുക എന്നുള്ളതാണ് ശരിക്കും എഡ്യൂക്കേഷൻ്റെ ധർമ്മം. ചിൽഡ്രൻ ഷുഡ് നോട്ട് ബി ടേക്കൺ എവേ ഫ്രം പാരൻസ് ആൻഡ് പുട്ട് ഇൻ ടു സ്കൂൾ. കുട്ടികളെ പാരൻസിൻ്റെ നിന്ന് പിടിച്ചു കൊണ്ടുപോയി സ്കൂളിൽ ചേർക്കരുത്. ബട്ട് ഹീ ഷുഡ് ബി പുട്ട് ഇൻ ടു എ മോണ്ടിസോറി ഹൗസ് ഓഫ് ചിൽഡ്രൻ വിച്ച് ഈസ് യൂഷ്വലി ആൻ എക്സ്റ്റൻഷൻ ഓഫ് ഹോം. വീടിൻ്റെ ഒരു എക്സ്റ്റെൻഡ് വേർഷനായിട്ട് ഒരു മോണ്ടിസോറി സ്കൂൾ അയാൾക്ക് ഫീൽ ചെയ്യണം. ദ ബെസ്റ്റ് വേ ഓഫ് സ്ട്രെങ്തനിങ് ചിൽഡ്രൻ ഈസ് immersing him or her in nature and allowing children their spiritual expressions and spiritual needs. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും നേച്ചറിലേക്ക് കൂടുതൽ അടുപ്പിച്ചാൽ തന്നെ അവരുടെ ഇത്തരം കഴിവുകളെല്ലാം തന്നെ എന്താക്കാൻ പറ്റും, നമുക്ക് വർദ്ധിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. These needs will be satisfied by giving chance to take care of plants and animals in the nature. അല്ലേ, നമ്മളെ നേച്ചറിലുള്ള അല്ലെങ്കിൽ പിന്നെ ഒരു പ്രകൃതിയിലുള്ള അത്തരം ഒരുപാട് ആനിമൽസ് അതുപോലെ പ്ലാന്റുകളിലൊക്കെ ഇടപെടലോടുകൂടി ഇവരുടെ ഇത്തരം ആവശ്യങ്ങൾ എന്താകുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്നുണ്ട്. ലാറ്റർ, മിസ്സസ് ലാറ്റർ എന്ന ഇംഗ്ലീഷ് വലിയ തത്വചിന്തകനാണ്. അദ്ദേഹം അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നേരത്തെ നമ്മൾ പറഞ്ഞു, ആനിമൽസിനെയും പ്ലാന്റിനെയും എന്ത് ചെയ്യുക, കെയർ ചെയ്യുക. അതേപോലെ അവരുടെ ഫിനോമിന, ലൈഫ് ഫിനോമിന നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ലൈഫ് ഫിനോമിന എന്താണെന്ന് കൃത്യമായി എന്ത് ചെയ്യുക, പരിശോധിക്കുക. അതേപോലെ സീഡുകൾ വളരുന്നത് കുട്ടികളെ കാണാൻ വേണ്ടി അനുവദിക്കുക. അതേപോലെ തന്നെ ഈ ഒരു ലോകത്തിൻ്റെ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ വ്യത്യസ്ത തരങ്ങളായ ജീവികളെക്കുറിച്ച് പരിചയപ്പെടുത്തുക. അതേപോലെ തന്നെ പ്ലാന്റുകളെയും ആനിമൽസിനെയും ശരിക്കും ഒബ്സർവ് ചെയ്യലോടുകൂടി ഹ്യൂമൻ റേസ്, മനുഷ്യവർഗങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് കൃത്യമായി എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം പ്രകൃതിയുമായി ഇണക്കി ജീവിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രകൃതിയുമായി ഇണക്കി നേച്ചറിലേക്ക് കുട്ടികളെ കൂടുതൽ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ ഇണക്കി വളർത്താൻ വേണ്ടി മോണ്ടിസോറി ടീച്ചറും അതിന് പ്രത്യേകം എന്ത് ചെയ്യേണ്ടതുണ്ട്, ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലോങ് വാക്കുകൾ, അത് പ്രത്യേകം ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ടേമാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ. ലോങ് വാക്കുകൾ സംഘടിപ്പിക്കുക, കുട്ടികളുമായിട്ട് ലോങ് വാക്ക് സംഘടിപ്പിക്കുക, അത് പ്ലാൻ ചെയ്യുക. പ്ലാൻ എങ്ങനെയാണ്, എവിടെ പോകും എന്ന് പറയുക, പ്ലാൻ മാറ്റാതിരിക്കുക. ഒരു ജേണി ബക്കറ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ബാസ്ക്കറ്റ് ഉണ്ടാക്കുക, അതിലെന്തൊക്കെ കരുതണമെന്ന് തീരുമാനിക്കുക. വെള്ളമോ സ്നാക്സോ ഒക്കെ കരുതാം. അങ്ങനെ ഒരു ജേണി ബാസ്ക്കറ്റ് ഉണ്ടാക്കുക. എന്നിട്ട് പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു പ്ലാനുകളൊക്കെ ഉണ്ടാക്കുക. പ്ലാന് കുട്ടികളോട് ചോദിക്കാതെ മാറ്റരുത്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക.